യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഇന്ന് രാഹുൽ ഗാന്ധി തുടക്കം കുറിക്കും. വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചാണ് പരിപാടി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് രാഹുൽ കേരള നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. യുഡിഎഫ് നേതാക്കൾക്ക് പുറമെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളും വേദിയിലെത്തും. കഴിഞ്ഞ തവണ ലഭിച്ച 12 സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് യുഡിഎഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. കോൺഗ്രസിന് സ്ഥാനാർത്ഥികളായിട്ടില്ലെങ്കിലും ഘടകകക്ഷികളെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇലക്ഷൻ ചൂടിലെത്തിക്കഴിഞ്ഞു. മലപ്പുറത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിലെ ഇ ടി മുഹമ്മദ് ബഷീറും വോട്ട് തേടി രാഹുലിനൊപ്പം വേദിയിലുണ്ടാകും. എൻ കെ പ്രേമചന്ദ്രനും തോമസ് ചാഴികാടനും എത്തുന്നില്ല. 1 ലക്ഷം പ്രവർത്തകരെ പങ്കെടുപ്പിക്കുന്ന തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രചരണം. വൈകിട്ട് 4 മണിക്ക് പരിപാടി ആരംഭിക്കും. ഒരു 4:15 ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ വരും. കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് അദ്ദേഹം നിലവിലുള്ള ഷെഡ്യൂൾ അനുസരിച്ച് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. കോൺഗ്രസിന്റെ അന്തിമ പട്ടിക സംബന്ധിച്ച കൂടിയാലോചനകളും രാഹുൽ എത്തുന്നതോടെ നടക്കും. നാളെയോ മറ്റന്നാളോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. എ കെ ആന്റണി, മുകുൾ വാസ്നിക്, കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം ജനമഹാറാലിക്ക് എത്തുന്നുണ്ട്. റാഹീസ് റഷീദ്, മീഡിയ 1, കോഴിക്കോട്.